രാവിലെ പ്രാർത്ഥന തുടങ്ങിയാണ്. വിഷ്ണു സഹസ്രനാമത്തിലോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലോ ഒക്കെ തുടങ്ങുന്ന പ്രാർത്ഥന അവസാനിക്കുന്നത് യേശുവിനെ സ്തുതിക്കുന്ന ഒരു കൃതിയിലാണ്. എങ്ങനെയാണ് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നാം, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകാട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്പൂതിരി സാറിനെ കുറിച്ചാണ്. ഒരുപാട് പ്രേക്ഷകർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരും ഇത് കാണുന്നുണ്ടാകാം. നമ്പൂതിരി സാറിനെ ഒന്ന് പരിചയപ്പെടാം. കന്യകാമറിയമോമനിച്ചിടും പുണ്യവത്സക ഭവൽപദംബുജം എന്നും എൻ്റെ ഹൃദയെ വിളങ്ങുവാൻ ഉണ്ണിയേശുവെ തൊഴുന്നു നിത്യവും. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. വിഷ്ണു സഹസ്രനാമത്തിലോ ലളിത സഹസ്രനാമത്തിലോ ആരംഭം. ശ്രീയേശു കർണാമൃതത്തിൽ ആരാധന അവസാനിക്കും. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോഭനീയം പീയൂഷപ്ലാവിതോഹം തദനതദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസൂരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യവിരസുപനിഷസുന്ദരീ മണ്ഡലൈശ്ച. മലയാലപ്പുഴ താഴം ഇരവിമംഗലം ശാരദാമഠത്തിലെ പൂജാമുറിയിൽ കന്യാമറിയത്തിന്റെ ഒന്നും യേശുദേവന്റെ രണ്ടും ചിത്രങ്ങളുണ്ട്. കാടാമ്പുഴ ഭഗവതിയുടെയും ഗുരുവായൂരപ്പന്റെയും പരമശിവന്റെയും ഒക്കെ ചിത്രങ്ങളോട് ചേർന്നാണ് സ്ഥാനം. നമ്മൾ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം തന്നെ ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിന് പല പേരുകളും പല നാളുകളും മനുഷ്യർ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഒരു വിഷ്ണു എന്നുണ്ട്, ശിവനെന്നുണ്ട്, ബ്രഹ്മാവെന്നുണ്ട്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്നതാണ് യേശുദേവനും നബിയും അവരെല്ലാം തന്നെ അങ്ങനെ വന്നതാണ്. ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്ന് അച്ഛനാണ് പറഞ്ഞു തന്നത്. ശ്രീയേശു കർണാമൃതത്തിന്റെ രചയിതാവ് അച്ഛൻ KP നമ്പൂതിരിയാണ്. അവിടെ നിന്നും കൈമാറി കിട്ടിയ സാഹോദര്യത്തിന്റെ മതം ചൈതന്യം ഒട്ടും ചോരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീനിവാസൻ നമ്പൂതിരി. നാട്ടിലെ ക്രൈസ്തവരോടുള്ള അടുപ്പത്തിൽ നിന്നും പിറവിയെടുത്തതാണ് അച്ചടിമഷി പുരണ്ടിട്ടില്ലാത്ത ശ്രീയേശു കർണാമൃതമത്രേ. ഭവൽപദംബുജം എന്നും എൻ്റെ ഹൃദയെ വിളങ്ങുവാൻ ഉണ്ണിയേശുവെ തൊഴുന്നു നിത്യവും. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നെങ്കിൽ എത്ര പേരുടെ പ്രവർത്തനം എൻ്റെ പിന്നിലുണ്ട് എന്ന് ചോദിച്ചു. നമ്മൾക്ക് അരി ചോറ് വെച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കി തന്ന ആരായി? അല്ല, നെല്ലല്ലേ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അത് അരിയാക്കി അത് വേവിച്ച് തരുന്നു. അതുപോലെ നാളികേരം കിട്ടിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ തരും. നാളികേരത്തിൽ ആരാ കയറി തരുന്നത്? നമ്മളത് കയറത്തില്ലല്ലോ. അപ്പോൾ അത് കയറി തരുന്ന ആരാ? അത് ചിലപ്പോൾ കയറി തരുന്നത് പല കമ്മ്യൂണിറ്റിയിലുള്ളവർ കാണും. അവർ നാളികേരം വിട്ട് തരുന്നു. ആ നാളികേരമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സഹകരണം കൊണ്ടാണ് നമ്മളും ജീവിച്ചു പോകുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സഹകരണം വേണം, എങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുള്ളൂ. അത് ഭാവിയിലും അങ്ങനെയാണ്. അത് ഏത് ഫീൽഡിലായി. മതമൈത്രിയിൽ പുലരുന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്നുള്ളവരാണ് ഭാര്യ സുമതിയും മക്കളായ അരവിന്ദും അശ്വതിയും. കാതോലിക്കറ്റ് കോളേജിൽ അധ്യാപകനായി ചേർന്നപ്പോൾ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ J. അലക്സാണ്ടറുടെ ഉപദേശപ്രകാരമാണ് വെള്ളനിറം ജീവിതത്തോടെടുത്തത്. അരവിന്ദേ സമുദ്ര വികസദ്രാഗമുദ്ഭവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരഭുവനൈശ്ച. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട്. അഭിലാലിന് വളരെ അടുത്തറിയാവുന്ന ആൾ കൂടിയാണ് നമ്പൂതിരി സാർ. അപ്പോൾ അഭിലാലെ പറയൂ സ്വന്തം ഇഷ്ടപ്പെടുന്ന നമ്പൂതിരി സാറിനെ കുറിച്ച്. നമ്പൂതിരി സാറിനെ എനിക്ക് ദീർഘകാലമായി പരിചയമുണ്ട്. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനായിരുന്നു. ഞാൻ കാതോലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. എന്നെപ്പോലെ നമ്പൂതിരി സാറിനെ അറിയാവുന്ന എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു രൂപം എന്നുള്ളത് വെള്ള ഷർട്ടും വെള്ള മുണ്ടും സ്ഥിരമായി ധരിക്കുന്നു, വലത് കൈയിൽ വാച്ച് കെട്ടുന്നു, ചന്ദനക്കുറി ദിവസവും തൊടുന്നു, ഒപ്പം തന്നെ കയ്യിലൊരു ചെറിയ കുടയും ഉണ്ടാകും. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അദ്ദേഹത്തിൻ്റെ സീറ്റിനോട് ചേർന്ന് ഭിത്തിയിൽ ചാരിയായിരിക്കും ഈ കുടയുടെ സ്ഥാനം. ആ സ്ഥലത്ത് കുടയില്ലെങ്കിൽ സാർ അന്ന് ജോലിക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അന്ന് അവധിയാണ് എന്നുള്ള സൂചനയാണ് അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ളത്. വളരെ സൗമ്യമായി അധികമൊന്നും സംസാരിക്കാതെ ഒരു പ്രകൃതവുമായിരുന്നു സാറിൻ്റേത്. ഏറെക്കുറെ 22 വർഷത്തെ കോളേജ് ജീവിതം കൊണ്ട് അദ്ദേഹം 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുത്ത ഒരു അധ്യാപകനുമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അച്ഛൻ ശാന്തിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന മേഖലയിലെ ഭൂരിപക്ഷം എന്നുള്ളത് ക്രിസ്തീയ മതവിശ്വാസികളായിരുന്നു. അവർ പണ്ട് മുതലേ സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിലുള്ളവരുമാണ്. അപ്പം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ക്രിസ്തീയ കുടുംബങ്ങളൊക്കെയാണ് സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരുന്നത്. ആ സാമ്പത്തികമായ സഹായവും സഹകരണങ്ങളും ഒക്കെ തന്നെയാണ് ക്രിസ്തീയ മതവിശ്വാസത്തിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് പഠനത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛന് പ്രേരണയായി മാറിയത്. അങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഈ ആരാധനയിൽ
ഹൈന്ദവ മതവിശ്വാസപ്രകാരമുള്ള ആരാധനയ്ക്കൊപ്പം ക്രിസ്തീയ മതവിഭാഗത്തിൻ്റെ ആരാധന കൂടി ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏവരെയും അതിശയപ്പെടുത്തുന്നത് സാധാരണ ഹൈന്ദവ വീടുകളിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഭഗവത്ഗീതയും ബൈബിളും ഒരുപോലെ അലമാരയിൽ അടുത്തടുത്ത്. ശരിയാണ്, എല്ലാം ഭഗവത്ഗീതയും അല്ലേ, ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും എല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് നല്ല മനുഷ്യനാകാനാണ്. ആ സന്ദേശം എല്ലാവർക്കും ഉൾക്കൊള്ളുക എന്നതാണ് ഇപ്പോൾ നമ്പൂതിരി സാറും നമ്മളോടൊക്കെ പറഞ്ഞു തരുന്നത്.